ഒരു മനഃശാസ്ത്ര വിശാരദൻ്റെ അടുത്ത് ഒരു ഭർത്താവ് എത്തിയിട്ട് പറഞ്ഞു, എനിക്ക് വീട്ടിൽ പോകാൻ ഭയമാണ്. ഭാര്യ എപ്പോഴും പരാതി പറഞ്ഞുകൊണ്ടിരിക്കും. ഞങ്ങൾ തമ്മിൽ സ്ഥിരമായ കലഹമാണ്. എന്ത് ചെയ്യണമെന്നറിയില്ല. ജീവിതം അവസാനിപ്പിക്കാനാണ് തോന്നുന്നത്. അപ്പോൾ മനഃശാസ്ത്ര വിശാരദൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ. ഇന്ന് ഞാൻ പറയുന്ന പോലെയൊക്കെ പെരുമാറും. നിങ്ങൾ വളരെ സൗഹൃദപരമായിട്ട് നിങ്ങൾ അവിടെ അടുത്ത മാർക്കറ്റിൽ പോയി നല്ലൊരു പൂവൊക്കെ വാങ്ങിക്കൂ ഭാര്യയ്ക്ക് കൊടുക്കാനായിട്ട്. അതുപോലെ ഭാര്യയ്ക്ക് ഒരു ഡ്രസ്സ് വാങ്ങിക്കൂ. ഭാര്യയെ കാണുമ്പോൾ തന്നെ നിങ്ങളിതെല്ലാം വാങ്ങിച്ചുകൊണ്ടിരുന്നിട്ട് ഭാര്യയെ കാണുമ്പോൾ തന്നെ മുഖത്തൊന്ന് ചുംബിക്കൂ, അവളെ ഒന്ന് കെട്ടിപ്പിടിക്കൂ, ആലിംഗനം ചെയ്യൂ. ഇതെല്ലാം ചെയ്ത് വീട്ടിലെ ജോലികളൊക്കെ ചെയ്യൂ. ഒന്ന് ചെയ്തു നോക്കൂ. ഇതൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇതെല്ലാം ശരിയാവും എന്ന് വിചാരിച്ചു. അത് ഈ മനഃശാസ്ത്ര വിശാരദൻ പറഞ്ഞതുപോലെ തന്നെ ഈ പാവം പിടിച്ച ഭർത്താവ് വീട്ടിൽ ചെന്നു. കതവ് തുറന്നപ്പോൾ തന്നെ ഭാര്യ വളരെ ചൂടായിട്ട് വന്നു. ഭർത്താവ് അവൾക്കൊരു ഉമ്മയൊക്കെ കൊടുത്തതിന് ശേഷം മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച പൂക്കളൊക്കെ അദ്ദേഹത്തിന് കൊടുത്തു. പുതിയൊരു ഡ്രസ്സ് വാങ്ങിച്ച് അത് കൊടുത്തു. ഇതൊക്കെ കൊടുത്തതിന് ശേഷം ഭാര്യയ്ക്ക് വേണ്ടി അടുക്കളയിൽ കയറി നല്ല രീതിയിൽ പണിയൊക്കെ ചെയ്യാൻ തുടങ്ങി. കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും ഭാര്യ ഉറക്കെ നിലവിളിക്കുന്നതാണ് കണ്ടത്. ഒരു മൂലയ്ക്ക് കുത്തിയിരുന്ന് കരയുന്നു. അപ്പോഴത്തേക്കും ഭർത്താവ് ചോദിച്ചു, എന്താണ് ഞാൻ ഇത്രയും നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നീ കരയുന്നത് എന്താണ്? അപ്പോൾ ഭാര്യ പറഞ്ഞു, നിങ്ങൾക്ക് ഭ്രാന്താണെന്നുള്ളത് എനിക്കറിയാമായിരുന്നു. ഈ ഭ്രാന്ത് ഇത്രയും മൂർത്തിമത് ഭാവത്തിലെത്തുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. നമുക്കുടനെ ഒരു മനഃശാസ്ത്രജ്ഞനെ കാണാൻ പോകാമെന്ന് പറഞ്ഞ് ഭാര്യ വീണ്ടും കരയുകയാണ് ഉണ്ടായത്. പലപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ശീലങ്ങൾ പെട്ടെന്ന് മാറ്റുമ്പോൾ കുഴപ്പങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതെല്ലാം സ്ലോ പ്രോഗ്രസ്സിൽ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യാവും. പലപ്പോഴും നമ്മൾ ഭാര്യ ഭർത്തൃ ബന്ധങ്ങളെക്കുറിച്ചൊക്കെ ക്ലാസ്സൊക്കെ എടുത്തു കഴിയുമ്പോൾ ഭാര്യയെ സഹായിക്കണം. ഭാര്യയുടെ പ്രത്യേകതകൾ, ഭാര്യ ഹിയറിംഗ് കപ്പാസിറ്റി ഉള്ള സ്ത്രീയാണ്, പുരുഷനാണെങ്കിൽ വിഷ്വൽ കപ്പാസിറ്റി ഉള്ളതാണ്. അതുകൊണ്ട് ഭാര്യമാരെ നല്ല സാമ്പാർ വെച്ചാൽ അതിനെ അഭിനന്ദിക്കണം, നല്ല അവിയൽ വെച്ചാൽ അഭിനന്ദിക്കണം എന്നൊക്കെ പറഞ്ഞ് ക്ലാസ് കൊടുത്ത് വിടാറുണ്ട്. ഈ ക്ലാസ് കൊടുത്ത് വിട്ട് കഴിയുമ്പോൾ ഭർത്താക്കന്മാർ വരിക ഇന്നൊരു ക്ലാസ് മോട്ടിവേഷൻ ക്ലാസ്സൊക്കെ ഇട്ട് കഴിയുമ്പോൾ വീട്ടിൽ ചെന്ന് ഇങ്ങനെയൊക്കെ ഭാര്യയോട് പറഞ്ഞ ഹിയറിംഗ് മോട്ടിവേഷൻ ആണല്ലോ സ്ത്രീകൾക്ക് കൂടുതൽ. പുരുഷന്മാർക്ക് വിഷ്വൽ മോട്ടിവേഷൻ, കാണുന്നത് എന്തും ഇഷ്ടമുള്ളതാണ് ആണുങ്ങൾക്ക്, കേൾക്കുന്നത് എന്തും ഇഷ്ടമുള്ളതാണ് സ്ത്രീകൾക്ക്. അപ്പോൾ ഇങ്ങനെയൊക്കെ ക്ലാസ്സെല്ലാം കൊടുത്ത് ഒരാൾക്ക് വിട്ടു. ഇയാൾ ഒരിക്കൽ ഇതുവരെ ഇനി വീട്ടിൽ ചെന്ന് ഭാര്യ ഉണ്ടാക്കുന്ന എല്ലാ കറികളെയും എല്ലാ കാര്യങ്ങളും പ്രോത്സാഹിപ്പിക്കുക എന്ന് പറഞ്ഞ് ഇദ്ദേഹം വീട്ടിലോട്ട് പോയി അപ്പോഴത്തേക്കും ഭാര്യ ആഹാരമൊക്കെ വിളമ്പി. കുറേ കറികളൊക്കെ ഉണ്ടായിരുന്നു. സാമ്പാർ വിളമ്പിയപ്പോൾ പറഞ്ഞു, ഉഗ്ര സാമ്പാർ, ഇതുപോലൊരു സാമ്പാർ ഞാൻ ഒരിടത്തും കഴിച്ചിട്ടില്ല. അവിയൽ വിളമ്പിയപ്പോൾ പറഞ്ഞു, ഉഗ്രൻ അവിയൽ. പുളിശ്ശേരി കറി അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, നല്ല കറി. ചോറാണെങ്കിൽ തുമ്പപ്പൂ പോലുള്ള ചോറ്. നിൻ്റെ ആ കരവിരുതിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, വളരെ നല്ലതെന്ന് പറഞ്ഞു. ഇതൊക്കെ കേൾക്കും തോറും ഭാര്യയുടെ മുഖം ചുമന്ന് വന്നുകൊണ്ടിരുന്നു. അവസാനം വളരെ ദേഷ്യത്തോടു കൂടി ഭാര്യ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. കാര്യം എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, അന്നത്തെ ദിവസം ഭാര്യയ്ക്ക് വയ്യായിരുന്നു. അന്ന് കറിയൊക്കെ വീട്ടിൽ വെച്ചത് അവിടുത്തെ ജോലിക്കാരിക്കായിരുന്നു അപ്രീസിയേഷൻ എല്ലാം കിട്ടിയത്. അപ്രീസിയേഷൻ ആണെങ്കിൽ പോലും കൊടുക്കുമ്പോൾ പാത്രം അറിഞ്ഞും ആരാണ് നോക്കിയെന്നൊക്കെ പരിസരം നോക്കിയേ കൊടുക്കാവൂ. വിഷ്വൽ മോട്ടിവേഷൻ, ഹിയറിംഗ് മോട്ടിവേഷൻ ക്ലാസ് കേട്ടിട്ട് ഇതുപോലെ ചെയ്താൽ ഇതുപോലുള്ള അബദ്ധങ്ങളൊക്കെ സംഭവിക്കും. ഇതൊക്കെ ചെറിയ നർമ്മത്തിൽ ചാലിച്ച ജോക്കുകളാണ്. നമ്മൾ പരസ്പര പ്രോത്സാഹനത്തിലൂടെയൊക്കെ